ജിജി ജോസഫ്, നോക്കൂ, നമ്മളോടൊപ്പം എത്ര തുറന്നാണ് ഈ സിബി ജോസഫ് സംസാരിച്ചത്, അന്ന സെബാസ്റ്റ്യൻ്റെ പിതാവ്. എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ ഇനി പരിശീലിപ്പിക്കേണ്ടതെന്ന്. സാധ്യമായ എല്ലാ പരിശീലനവും ആ കുടുംബം ആ കുട്ടിക്ക് കൊടുത്തു. കയാക്കിംഗ്, ഈ വിശ്രമവേളകളിൽ ആ കുട്ടി പങ്കെടുക്കുമായിരുന്നു. ആ കുട്ടി അത്തരം തുറന്ന ഇടങ്ങളിലെല്ലാം സുഹൃത്തുക്കൾക്കൊപ്പം പോയി ചെലവഴിക്കുകയും ഒപ്പം തന്നെ വിശ്രമവേളകളിൽ വളരെ കരുത്തുറ്റ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. പള്ളിയിൽ ധ്യാനത്തിൽ പോകുമായിരുന്നു. പള്ളി സൺഡേ സ്കൂളുകളിൽ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു. ആ കുട്ടി ഈ നിർമ്മലാ സീതാരാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തികഞ്ഞ ആത്മവിശ്വാസമുള്ളവളും വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചവളും സൺഡേ സ്കൂളുകളിൽ അടക്കം പോയി ധ്യാനനിരതമായ മനസ്സോടുകൂടി വിശ്വാസനിരതയായി ജീവിച്ച ഒരു പെൺകുട്ടിയുമാണ്. നിർമ്മലാ സീതാരാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ഏറ്റവും മികച്ച പരിശീലനം കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടി തളർന്നു വീണു. ആ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല. ആ കുട്ടിയുടെ ശരീരത്തിന് ആ സമ്മർദ്ദം താങ്ങാനാകാതെ പോയി. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഉദാഹരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പരിശീലനം കിട്ടണമെന്ന് പറഞ്ഞതാണ് പാളിപ്പോയത്. അതിനെയെങ്കിലും ജിജി ജോസഫ്, നിങ്ങളെപ്പോലുള്ള BJP നേതാക്കൾക്ക് മനസ്സിലാകാത്തത് എന്താണ്? അല്ല, ഞാൻ പറയുന്നതേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാന്നുള്ളത് വിഷയം. നമ്മളിത് ആ കുട്ടിയുടെ ഒരു കപ്പാസിറ്റി, ആ കുട്ടി അവിടെ വരെ എത്തിയത് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നും നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ. ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അവിടം വരെ എത്തിയത്. ആ കുട്ടിക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ആ കുട്ടിക്ക് നല്ല സാധാരണ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് താങ്ങാൻ സാധിക്കാറില്ല. അങ്ങനെ താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ആ കുട്ടിയെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നിർമ്മലാ സീതാരാമൻ ആ കുട്ടി ഇങ്ങനെ അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നല്ല ഉദ്ദേശിച്ചത്. ഇതൊരു സോഷ്യൽ കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അത് ആദ്യം പറഞ്ഞു തന്നെ. പക്ഷെ എനിക്ക് ജിൻഡോയുടെ ഒരു കാര്യം പറയാനുള്ളത്. എൻ്റെ പൊന്ന് ജിൻഡോ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ഞാനും രാഷ്ട്രീയം പറയാം. സ്ത്രീകൾക്ക് എല്ലായിടത്തും ഈ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ രാഷ്ട്രീയ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ പരിഹരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു തുറന്ന ചർച്ച വേണമെന്ന് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ. അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാരാ? ഹരിയാനയിൽ ഉണ്ടെന്ന് പറഞ്ഞതാരാ? പിന്നെ സ്ത്രീകൾ ഇപ്പൊ BJP സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ ചെയ്തു? രാഷ്ട്രീയം പറയും, ഞാൻ രാഷ്ട്രീയം പറയും വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് പറ്റത്തില്ല. ജിൻഡോയ്ക്ക് രാഷ്ട്രീയം പറയാം. ജിൻഡോ ഇത് രാഷ്ട്രീയം മാത്രമേ ജിൻഡോ പറയുള്ളൂ. ജിൻഡോ പറയുന്നത് BJPക്ക് എങ്ങനെ പറയാൻ പറ്റും? സംഘപരിവാറിന് എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെയാ ചോദിക്കുന്നത്. അവർ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ ധനമന്ത്രാലയത്തിൽ നിന്ന് മന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് അനുചിതമാണ് എന്നാണ് ജിൻഡോ സൂചിപ്പിച്ചത്. അത് നിങ്ങളുടെ കോർപ്പറേറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോളിസിയുടെ തുടർച്ചയാണ്. നിങ്ങൾ അടഞ്ഞിരിക്കുന്ന മുറികളിൽ ഇരിക്കുന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിശാലമായ അർത്ഥത്തിലാണ് സൂചിപ്പിച്ചത്. അത് കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. ജിജി ജോസഫ്, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തൊഴിലിടങ്ങളിലെ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയായിരുന്നു ധനമന്ത്രി. BJP വന്നതിന് ശേഷമാണോ കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ വന്നത്? അങ്ങനെ പറയല്ലേ. നിങ്ങളങ്ങനെ ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയം പറയുന്നതിൻ്റെ ഒപ്പം അങ്ങനെ കൂടിപ്പോകല്ലേ. അങ്ങനെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് BJPയും കോൺഗ്രസും, ഞാൻ പറയുകയാണ് UPA ഭരണകാലത്തെ കുറിച്ച് പറയുകയും കോൺഗ്രസിൻ്റെ കാലത്തെക്കുറിച്ച് പറയുകയും അവരുടെ ആ പാർട്ടിക്കുള്ളിൽ ഞങ്ങളുടെ 33% സംവരണത്തെക്കുറിച്ച് പറയുകയും പാർലമെന്റ് ഇലക്ഷന് ഞങ്ങൾ സീറ്റ് കൊടുത്തതിനെക്കുറിച്ച് പറയും, നിങ്ങൾ സീറ്റ് കൊടുക്കാത്ത വനിതകളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയും. അതല്ല ഇതിൻ്റെ അകത്ത് വേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും എല്ലാം കൂടി ഇന്ന് ചർച്ച ചെയ്യണമെന്നും തൊഴിലിടത്തെ സമ്മർദ്ദം മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടിയുടെ വാർത്തയോട് വീട്ടിൽ നിന്ന് പരിശീലനം കിട്ടണമെന്നും ധ്യാനിക്കണമെന്നും പറയുന്നതിലെ യുക്തിയില്ലായ്മ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. ജിജി, അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ഈ വിവാദശാലകൾ പോലെ ആയി മാറിയിട്ട് കാര്യമില്ല ഡോക്ടർ. അങ്ങനെയല്ല,
അതല്ല അങ്ങനെ അതെങ്ങനെ അങ്ങനെ പറയാം? അതല്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആദ്യം എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ സ്വഭാവം മാറുന്നവർ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് എന്നല്ല എന്റെ അർത്ഥം. ബാക്കിയുള്ളവർക്കുള്ള സൂചനയാണ്. ആ സൂചനയാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം പറഞ്ഞ അതുകൂടി മനസ്സിലാക്കണം, അതുകൂടി ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അതായത് പേപ്പർ ഇടാൻ കുട്ടികൾക്ക് അന്ന സെബാസ്റ്റ്യൻ ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ, ഭക്ഷണം പോലും കൃത്യസമയത്ത് കഴിക്കാനാവാതെ, കൃത്യസമയത്ത് കിട്ടാനാവാതെ ആ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് വീട്ടുകാരെന്ത് ചെയ്യണം? അതല്ല പറഞ്ഞത്. പറഞ്ഞത് ഈ കുട്ടിക്ക് ഇഷ്യൂ ഉണ്ടായത് അങ്ങനെയാണ് ഉണ്ടായത് എന്നല്ല പറഞ്ഞത്. പിന്നെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ആ കോൺടെസ്റ്റിൽ എടുത്താൽ ആ കോൺടെസ്റ്റിൽ തന്നെ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ബന്ധവുമില്ലാത്ത ഈ വിഷയത്തിൽ എന്തിനാണ് നിർമ്മലാ സീതാരാമൻ അന്ന സെബാസ്റ്റ്യന്റെ വാർത്ത കോട്ട് ചെയ്തത്? അരുൺ, അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ അദ്ദേഹത്തിന്റെ മറുപടി നമ്മള് ജിജി അന്ന സെബാസ്റ്റ്യൻ ഒരു ഇഷ്യൂ ഈ സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസിൽ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതുകൂടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും തങ്ങളുടെ ഒരാളെ സ്ത്രീ ശാക്തീകരണം ഉണ്ടാകണം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. അതൊരു കാര്യമാണ്. നിങ്ങളതിനെ ഇത് ആ വീട്ടിൽ കൊണ്ടുപോയി കെട്ടരുത്. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. നോക്കൂ ജിജി, അന്ന സെബാസ്റ്റ്യന്റെ മരണം സംഭവിച്ചത് എന്തുകൊണ്ടെന്നാണ് ജിജി മനസ്സിലാക്കുന്നത്? അത് തൊഴിൽ സമ്മർദ്ദം മൂലമല്ലേ? ആ തൊഴിൽ സമ്മർദ്ദം കോർപ്പറേറ്റിന്റെ തൊഴിൽ ചൂഷണത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. ഇത് രണ്ടും താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അതെ, ശരി. തൊഴിൽ ചൂഷണത്തെ ധ്യാനം കൊണ്ട് നേരിടാൻ പറ്റുമോ? ഒറ്റ ചോദ്യം. തൊഴിൽ ചൂഷണത്തെ ധ്യാനം കൊണ്ട് നേരിടാൻ പറ്റുമെന്ന് ഇവിടെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന അതിന്റെ ഒരു ധ്യാനവും യോഗയും അതുപോലെ പ്രാർത്ഥനയൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. കുടുംബത്തിൽ നിന്ന് അത് കിട്ടണം എന്ന് പഠിക്കണം എന്ന് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ചൂഷണം അല്ല, തൊഴിൽ സമ്മർദ്ദങ്ങൾ എന്നാ പറഞ്ഞേ. നമ്മൾ അങ്ങനെയാണെങ്കിൽ അത് തൊഴിൽ ചൂഷണമാണ്. കോർപ്പറേറ്റ് തൊഴിലിടം കൊടുത്ത സമ്മർദ്ദമാണ്. അതും തൊഴിലാളിയുടെ ധ്യാനവും തമ്മിൽ എന്ത് ബന്ധം? അതെ, അവിടെ സമ്മർദ്ദം കൊടുക്കുന്ന അവിടെ സമ്മർദ്ദം ഉണ്ടാകുകയും അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ കുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അതിനെ കോർപ്പറേറ്റ് സ്ഥാപനമായ ആ സ്ഥാപനത്തിന് എതിരെ നടപടിയെടുക്കണം. അതിൽ ആ നടപടിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകളോട് പറയുന്നത്, നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ യോഗ പഠിക്കുന്നതും മെഡിറ്റേഷനും പലപ്പോഴും സമ്മർദ്ദങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പൊതുവെ ഒരു പെൺകുട്ടി ആ സ്ഥലത്ത് നിന്ന് ഓടി ഒളിച്ചതാണെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു അന്ന അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെങ്കിൽ പറയാം. അന്ന ഏതെങ്കിലും തരത്തിൽ ജീവൻ സ്വയം ഒടുക്കിയതാണെങ്കിൽ പോലും അത് പറയാം. അത് മൂന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജിജി. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾക്കിത് തിരിയുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടും ഇത് പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ധനമന്ത്രി പറഞ്ഞതിനെ ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് ജിജി. ഞാൻ CPM പ്രതിനിധിയിലേക്കൊന്ന് പോയി വരാം. ഒരു അവസരം തരണം. ഞാൻ വരാം.